ഹായ് വെൽക്കം ബാക്ക് ടു അബി സൊല്യൂഷൻ. നമ്മൾ എല്ലാവരും വാട്സ്ആപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മൾ ഡെയിലി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വാട്സ്ആപ്പിൽ നമ്മൾ ഓരോ ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് ഈ വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചെറിയൊരു സെറ്റിംഗ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. അത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് പറഞ്ഞു തരുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ കൊടുക്കാൻ മറന്നു പോകരുത്. നമ്മളെല്ലാവരും വാട്സപ്പിൽ വളരെയധികം ചാറ്റ് ചെയ്യുന്ന ആളുകളാണ് അല്ലെ. നമുക്ക് വളരെ വളരെ ഉപകാരമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത്. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ കീബോർഡ് ഏതാണ് ഉപയോഗിക്കുന്നത് നോക്കുക. അതിനായി നമ്മൾ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നിങ്ങൾ ജീബോർഡ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ ജീബോർഡ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ജീബോർഡിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പൊ ഇൻസ്റ്റാൾ ചെയ്തവരാണെങ്കിൽ ഓക്കെ, ഇല്ലാത്തവരാണെങ്കിൽ ജീബോർഡ് ഒന്ന് സെർച്ചിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സെർച്ച് ഓപ്ഷനിൽ നമുക്ക് കാണിക്കും ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇവിടെ അപ്ഡേറ്റ് ആണ് കാണിക്കുന്നത്. ഞാൻ അപ്ഡേറ്റ് ചെയ്തു. അതിനുശേഷം ഞാനൊന്ന് വാട്സപ്പിലേക്ക് കയറാണ്. വാട്സപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ വാട്സപ്പിൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ലേ. നമ്മൾ ഡെയിലി അവരോട് പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് അതിന് നല്ലൊരു അടിപൊളി ഒരു ഓപ്ഷൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യുക, നേരെ വാട്സപ്പിൽ നമ്മൾ ആരായിട്ടാണോ ചാറ്റ് ചെയ്യുന്നത് ആ പ്രൊഫൈലിൽ ഒന്ന് കയറുക. അവിടെ പ്രൊഫൈൽ നമ്മൾ നിരന്തരം അടിച്ചുകൊണ്ടിരിക്കുന്ന പല വാക്കുകളുണ്ട്. രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് പറയും, അല്ലെങ്കിൽ രാത്രി ഗുഡ് നൈറ്റ് പറയും, ഹലോ ഹൗ ആർ യു, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അത് വളരെ സിമ്പിൾ ആക്കാൻ വേണ്ട ഒരു മാർഗ്ഗമുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സെറ്റിംഗ്സിന്റെ ഒരു ഗിയർ ഐക്കൺ കാണുന്നുണ്ട് അല്ലെ. ആ ഗിയർ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ഗിയർ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഉപകാരമുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതിനെ കുറിച്ചുള്ള വീഡിയോ കുറെ ഓപ്ഷൻസിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചാനൽ നോക്കിയിട്ട് കാണാം. അവിടെ നമുക്ക് വേണ്ടത് ഡിക്ഷണറി എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനാണ് അല്ലെ. ഈ ഡിക്ഷണറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ ഡിക്ഷണറി എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാം. പേഴ്സണൽ ഡിക്ഷണറി അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലാംഗ്വേജസ് കാണിക്കും. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് സെലക്ട് ചെയ്യാൻ. ഞാൻ ഇവിടെ ഓൾ ലാംഗ്വേജസ് സെലക്ട് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മളോട് പറയുന്നുണ്ട് നമ്മൾ പുതിയതായിട്ട് ഒന്നും ഷോർട്ട് കട്ട്സ് ഒന്നും നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടില്ല. ഇവിടെ നമുക്ക് ഒരു പ്ലസ് മാർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ആ പ്ലസ് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡെയിലി അടിക്കുന്ന വാക്കുകൾ, ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നിരന്തരം ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ആദ്യമായിട്ട് ഒന്ന് ടൈപ്പ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ സ്ഥിരം അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഹൗ ആർ യു നമ്മൾ ടൈപ്പ് ചെയ്യുക. അപ്പൊ ഇനി മുതൽ നമുക്ക് ഹൗ ആർ യുവിന് പകരം നമുക്ക് അതിന്റെ താഴെയായിട്ട് അതിന്റെ ഷോർട്ട് കട്ട് എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ താഴെ നിന്ന് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു എച്ച് എന്ന് മാത്രം കൊടുക്കണം. അതായത് കീബോർഡിൽ നമ്മൾ എച്ച് എന്ന് കൊടുക്കുന്ന സമയത്ത് എന്ത് വരണം, ഹൗ ആർ യു എന്ന് വരണം. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. താഴെയുള്ള ആ ടിക്ക് മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് സേവ് ആയി. ഇനി രണ്ടാമത്തെ പ്ലസ് മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ അടുത്ത കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണം കൊടുക്കട്ടെ, നിങ്ങൾ എന്താണോ ഉപയോഗിക്കുന്നത്. ഞാൻ ഇവിടെ രണ്ടാമത്തെ ഗുഡ് നൈറ്റിന് ഞാൻ ഷോർട്ട് കട്ട് കൊടുക്കുന്നതാണ് GN എന്നുള്ളത്. GN അടിക്കുമ്പോഴേക്കും അത് വരണം എന്നുള്ള രീതിയിൽ ഞാൻ ഗുഡ് നൈറ്റിന് ഷോർട്ട് കട്ട് GN കൊടുത്തു. ഇത് നമുക്ക് നേരെ ആ പ്രൊഫൈലിലേക്ക് ഒന്ന് കയറി നോക്കാം. നമുക്ക് അവരായിട്ട് ചാറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ ഈ രണ്ട് കാര്യങ്ങളുടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇഷ്ടം പോലെ നമുക്ക് ഇതേപോലെ ഷോർട്ട് കട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മെസ്സേജ് ജസ്റ്റ് ഒന്ന് GN അടിക്കുമ്പോഴേക്കും എന്തായി കണ്ടില്ലേ, താഴെ ഗുഡ് നൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്ത് നോക്കും. വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം.